ഇന്ന് എന്തൊക്കെ ഐറ്റംസാണ് ഉച്ചക്കത്തെ ഊണിന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എന്നത് കാണാം. ഇത് ഫ്രഷ് മീനാണ്. ഞാൻ ഇന്നലെ പിന്നെ ഒരു ചൈന കടയിൽ നിന്ന് വാങ്ങിച്ച മീനാണ്. ഇതിൻ്റെ പേര് പൊർഗീസ്. ഇത് ഞാൻ കറി വെക്കാനുള്ളതാണ്. പിന്നെ 2 മത്തങ്ങ ഉണ്ട്. ചെറുപയറൊക്കെ ചേർത്ത് നല്ല കുറുകിയ ചാറോട് കൂടി അരച്ചും തേങ്ങ വറുത്തിട്ടുമൊക്കെ ഒരു കറി വെക്കുന്നുണ്ട്. തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളി വെച്ചിട്ടുണ്ട്. പിന്നെ ജമൈക്കൻ ഹാട്ട് പെപ്പർ, നല്ല എരിവെന്ന് പറഞ്ഞാൽ എരിവിൻ്റെ ആശാനായ മുളകാണിത്. പ്രോഡക്റ്റ് ഓഫ് USA ആണ്, പക്ഷേ ജമൈക്കൻ ഹാട്ട് പെപ്പറാണ് ഇത്. പിന്നെ ഇനി അടുത്ത സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഇന്നത്തെ ഉണക്കമീനാണ്. ഉണക്കമീൻ ഇത് പൊള്ളാക്കെന്ന് പറയുന്ന മീനാണ്. ഇതിൻ്റെ സ്റ്റേക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഉണങ്ങിയത്. അതിങ്ങനെ നമ്മൾ മുറിച്ചെടുത്ത് വറുത്തെടുക്കുക. ഉണക്കമീൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ പച്ചയും ഉണക്കലും എല്ലാം ഉണ്ട്. ഇത് പിന്നെ അമേരിക്കയിലുള്ള മീനാണിത്, പൊള്ളാക്കെന്ന് പറയുന്നത്. ഇതിൻ്റെ ദശ മാത്രമുള്ള ചെറിയ ചെറിയ പീസസ് ആയിട്ടുള്ള മീനാണ് ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ഉണങ്ങിയതാണ്. ഇത് വറുത്തെടുക്കാനാണ് ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് $7 ഒരു സ്വല്പം എടുത്തിട്ട് നമ്മൾ പെപ്പറും പിന്നെ കുഞ്ഞുള്ളിയൊക്കെ എടുത്ത് കുഞ്ഞുള്ളി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളി വെക്കാൻ മറന്നുപോയി. കുഞ്ഞുള്ളി ഇഷ്ടം പോലെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. കുഞ്ഞുള്ളിയൊക്കെ ഇട്ടൊരു ഒരു വറുത്തെടുക്കുന്ന ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ഈ മീനിൻ്റെ അകത്ത് ഒട്ടും തന്നെ മുള്ളില്ലാത്ത ദശ മാത്രമുള്ള പൊള്ളാക്ക് ഉണക്കമീനാണിത്. ഇവനെ വറുത്തെടുക്കണം. പിന്നെ പപ്പടം പൊള്ളിക്കുന്നുണ്ട്, ചോറ് വെക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഉച്ചയ്ക്ക് ഊണിന് തയ്യാറാക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതെല്ലാം തയ്യാറാക്കി എടുത്തിട്ട് കാണാം. ഞാൻ വാങ്ങിച്ച ഉണക്കമീൻ്റെ അകത്ത് ഒട്ടും തന്നെ ഉപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ ഉപ്പ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഉണക്കമീൻ ഉപ്പില്ലാതെ കാണുന്നത്. ഒട്ടും തന്നെ ഉപ്പ് അതിലില്ലായിരുന്നു. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി സ്വല്പം, പിന്നെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തു. എന്നിട്ട് ഞാൻ കുഞ്ഞുള്ളി കുറേ ഏറെ എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ നമ്മുടെ എരിവുള്ള ജമൈക്കൻ പെപ്പറും കൂടെ ചതച്ചെടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നേരം വെച്ചിട്ടാണ് ഞാൻ ഇനിയും വറുത്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ ചെറുപയർ കറിക്ക് വറുത്ത് വെച്ചിരിക്കുവാണ്. തേങ്ങ, കറിവേപ്പില, പച്ചമുളക്, കുഞ്ഞുള്ളി, കടുക്, വെളിച്ചെണ്ണയിലാണ് ഇങ്ങനെ വറുത്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കറിയുടെ ഏറ്റവും കൂടുതൽ രുചി കിട്ടുന്നത്. ഇത് ചെറുപയറും മത്തങ്ങയും കൂടെ ഞാൻ ഒരു വിസിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും സ്വല്പം മുളക് പൊടിയും ചേർത്ത് ഒരു വിസിൽ വരുത്തിയതേ ഉള്ളൂ. ഒരുപാട് ഉടച്ചിട്ടൊന്നുമില്ല. നല്ല കൊഴുത്ത രീതിയിൽ വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് വെളുത്തുള്ളിയും കൂടെ ചേർത്താണ് ഈ മത്തങ്ങ വേവിച്ചത്. പിന്നെ ജീരകവും തേങ്ങയും കൂടെ അരച്ച് ചേർത്ത് തിളപ്പിച്ചു കൊണ്ടിരിക്കുവാണ് നമ്മുടെ കറി. ഇനി ഞാനിവിടെ ഈ കടു വറുത്തതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറി ഇവിടെ പൂർണ്ണമാകുന്നത്. അരച്ചിടുന്നതിനേക്കാട്ടിലും കൂടുതൽ തേങ്ങ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഉള്ളിയും വെളിച്ചെണ്ണയൊക്കെ ചേർത്താണ് നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അങ്ങോട്ടിടാം. എല്ലാം വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇന്നത്തെ പാചകം മുഴുവനും. നമ്മുടെ സൂപ്പർ കറി ഇവിടെ റെഡിയായി. ഇനി മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കമീൻ വറുക്കണം, പപ്പടം പൊള്ളിക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഉപ്പില്ലാത്ത ഉണക്കമീൻ ഞാനിവിടെ വറുത്തുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ അഡീഷണലായിട്ട് ഉപ്പ് ചേർത്തത്. ഇതിനകത്ത് ഒട്ടും ഉപ്പില്ലാത്ത ഉണക്കമീൻ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉപ്പില്ലാതെ ഉണക്കമീൻ ഉണ്ടോയെന്ന് വിചാരിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല, ഉപ്പില്ലാതെ അല്ലേ. നമ്മുടെ ആ എരിവുള്ള മുളകിനകത്തും നമ്മുടെ കുഞ്ഞുള്ളിക്കകത്തും കറിവേപ്പിലയ്ക്കകത്തും ഒക്കെ കിടന്ന് നമ്മുടെ ആ ഉണക്കമീൻ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. നല്ല മൊരിയിച്ചാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നല്ലതുപോലെ മൊരിയിച്ചെടുത്ത നമ്മുടെ ഉണക്കമീനാണിത്. ഒരു കഷ്ണം ഞാൻ കഴിച്ചു നോക്കി. ഇപ്പോഴും ഒട്ടും തന്നെ ഉപ്പില്ല. ഞാൻ സ്വല്പം ചേർത്ത ഉപ്പല്ലാതെ വേറെ ഒരു ഉപ്പ് പോലും ഇല്ല. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. കോരിയെടുക്കട്ടെ. അങ്ങനെ എൻ്റെ ഉച്ചയൂണ് ഇവിടെ റെഡിയായി. മത്തങ്ങ ചെറുപയർ കറി, അല്ലെങ്കിൽ എരിശ്ശേരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ നല്ല കുറുകയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ പപ്പടം, ചോറ്,
പിന്നെ മീൻ കറി. ആദ്യം ഞാൻ കാണിച്ച മീൻ കുറച്ചേ ഉള്ളായിരുന്നു, അതാണ് ഇവിടെ ഈ കിടക്കുന്ന മീൻ. പിന്നെ ഞാൻ കുറച്ച് സാൽമൺ കഷ്ണങ്ങളോട് ഇട്ടാണ് വേവിച്ചത്. അത് കുറച്ചേ ഉള്ളായിരുന്നു. തലയും പാലും ഒക്കെ കളഞ്ഞതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞാണ് ഞാൻ എടുത്തത്. അവർ തൊലിയൊന്നും കളഞ്ഞില്ലായിരുന്നു. തലയും പാലും എല്ലാം കൂടെ ചേർത്താണ് എനിക്ക് തന്നത്. പക്ഷേ ഞാനതൊക്കെ എടുത്ത് കളഞ്ഞു. ഞാൻ തലയും പാലും എടുക്കത്തില്ല. പിന്നെ നമ്മുടെ ഈ ഉണക്കമീൻ മതിയല്ലോ നമുക്ക് ചോറ് കഴിക്കാൻ. വേറെ എന്താ നമുക്ക് വേണ്ടത്? ഒട്ടും ഉപ്പില്ലാത്ത ഉണക്കമീൻ. ഉപ്പില്ലാത്ത ഉണക്കമീൻ ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. പക്ഷേ ഉപ്പില്ലാത്ത ഉണക്കമീൻ തന്നെയാണ്. ഞാൻ ആ ചേർത്ത ഉപ്പല്ലാതെ വേറെ ഒരു ഉപ്പ് പോലും ഇല്ല. തന്നെ വേണേലും നമുക്ക് നല്ല ക്രഞ്ചിയായിട്ട് പറക്കി തിന്നാം. പക്ഷേ ഈ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. പിന്നെ നമ്മുടെ ചുമന്ന മുളകുണ്ടല്ലോ, എരിവിൻ്റെ ആശാനായ മുളകും പിന്നെ കുറേ കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് അതിൻ്റെ രുചിയാണ് ഏറ്റവും കൂടുതൽ. ഈ മീനും നല്ല രുചിയാണ് കേട്ടോ. ഞാൻ പണ്ടെങ്ങോ ഈ മീൻ വാങ്ങിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷേ ഒത്തിരി വർഷങ്ങൾക്ക് മുന്നാണ് ഞാൻ ഈ മീൻ വാങ്ങിച്ചത്. അതുപോലെ തുണ്ടം പോലത്തെ മീനായിരുന്നു. ഇങ്ങനെ മുറിച്ച് വെച്ചേക്കുന്നത്. ഇപ്പം നല്ല കുഞ്ഞു പീസായിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്കതിനകത്ത് മുള്ളുമില്ല, ഉപ്പുമില്ല. ഉപ്പില്ലാത്ത ഉണക്കമീൻ ഇനി ഇത് തീരുമ്പോൾ അടുത്ത വാങ്ങിക്കണം. അറിഞ്ഞുകൂടാത്തവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. ഉപ്പില്ലാത്ത ഉണക്കമീനുണ്ട്, പോയി വാങ്ങിച്ച് കഴിക്കുമെന്ന്. എല്ലാവരും ഉപ്പ് പേടിച്ചാണ് ഉണക്കമീൻ സത്യത്തിൽ വാങ്ങിക്കാത്തത്. ഇങ്ങനെ വീട്ടിനകത്ത് വറുത്തപ്പോഴോ അങ്ങനെ ഉണക്കമീൻ്റെ വലിയ സ്മെല്ലും ഒന്നും തന്നെ എനിക്ക് കിട്ടിയില്ല. ഞാനിവിടെ പിന്നെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മണമൊക്കെ. പിന്നെ ജനലും ഒക്കെ തുറന്നിട്ടിരുന്നു. പക്ഷെങ്കിൽ എന്നാലും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. നമ്മുടെ ഇതിനകത്ത് ഉള്ളിയൊക്കെ എടുത്ത് കഴിക്കാൻ നല്ല രുചിയാണ്. അങ്ങനെ ഒരു ചെറിയ കുഞ്ഞൂണ് ഉച്ചയ്ക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കഴിക്കട്ടെ. താങ്ക് യു എല്ലാവർക്കും. എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ഇവനാണ് സ്പെഷ്യൽ.